സ്ത്രീകളിലെ PCOD PCOS ഇഷ്യൂ വരുമ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് വെച്ചാൽ അത് ഡയറ്റ് ആണ് അല്ലെ. കാരണം വെയിറ്റ് ലോസ്, ഷുഗർ കൺട്രോൾ, ഫാറ്റ് ലോസ്, ന്യൂട്രീഷൻ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ PCOD എന്ന് പറയുമ്പോൾ മിയർലി അത് പീരിയഡ്സ് ഇല്ലാത്തൊരവസ്ഥ മാത്രമല്ല. ഇതിന്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് വിശപ്പ് തോന്നുന്നതും ഷുഗർ ക്രേവിങ്സ് വരുന്നതും എനർജി ക്രാഷസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തന്നെയാണ്. ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈബർ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ പറ്റും. കാരണം ഡൈജഷൻ സ്ലോ ആയിട്ടേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ പ്രശ്നം വരില്ല, എനർജി ക്രാഷസ് ഉണ്ടാവില്ല. കാർബ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഫാറ്റ് ലോസിന്റെ ഇഷ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞു വന്നത് ബാലൻസ്ഡ് മീൽ തന്നെയാണ് ഇതിനുള്ളൊരു പരിഹാരം. പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മളിങ്ങനെ ബിസിയായി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴും ഈ ഒരു ബാലൻസ്ഡ് മീൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കറന്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസ് ബയോസൈം ഐസോസീറോ വേ പ്രോട്ടീൻ ആണ്. ഇത് 99% ലാക്ടോസ് ഫ്രീ ആണ്, ആഡഡ് ഷുഗേഴ്സ് ഒന്നുമില്ല, ലോ കാർബും ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു PCOS ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എക്സ്ട്രീം ഡയറ്റ് എടുത്ത് കഷ്ടപ്പെടുക എന്നുള്ളതല്ല PCODക്ക് നമ്മൾ ചെയ്യേണ്ടത്, മീൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്.